तू इधर उधर की न बात कर ये बचा के काफिला क्यों लुटा. നീ അതും ഇതും പറഞ്ഞ് നിൽക്കല്ല. ഇഖ്ബാലിൻ്റെ കവിതയാണ്. എന്തേ ക്യൂ യെ ബച്ചാ കെ കാഫില ക്യൂ ലുട്ട, നമ്മുടെ യാത്രാസംഘം എന്തേ കൊള്ളയടിക്കപ്പെടാൻ കാരണമെന്ന് പറഞ്ഞുതാ. മുസ്ലിം ഉമ്മത്തിന് എന്തേ അപജയം സംഭവിക്കാൻ കാരണമെന്ന് പറഞ്ഞുതാ. എന്തേ മുസ്ലിം ഉമ്മത്ത് എന്ന യാത്രാസംഘം കൊള്ളയടിക്കപ്പെട്ടത് എന്ന്. മുझे रहज़नों से गिला नहीं तेरी रहबरी का सवाल है. നിന്നെ കൊള്ളയടിച്ച കൊള്ളക്കാരെ കുറിച്ച് എനിക്ക് പരാതിയില്ല. നിന്നെ കൊള്ളയടിച്ച കൊള്ളക്കാർ, അവരെ സംബന്ധിച്ചല്ല ഞാൻ കംപ്ലൈൻറ്റ് പറയുന്നത്. നിങ്ങളെ എന്തുകൊണ്ട് അവർ കൊള്ളയടിച്ചു അതല്ല എൻ്റെ പ്രശ്നം. തെരി റഹ്ബരി കാ സവാൽ ഹെ, നീ പോകേണ്ട ശരിയായ വഴിയിലൂടെയാണോ നീ യാത്ര പോയത്? ആദ്യം നീ അത് പറ. നിന്നെ കൊള്ളയടിച്ച കൊള്ളക്കാരെ കുറിച്ചല്ല എൻ്റെ പരാതി. മദീനയിൽ അന്ന് ഭൂകമ്പമുണ്ടായപ്പോഴാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, മദീനയുടെ ഭരണാധികാരിയും അമീറുമായിരുന്ന അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇനി ഒരിക്കലൂടെ മദീനയിൽ ഭൂകമ്പമുണ്ടായാൽ ഉമർ മദീന വിട്ടു പോകും എന്ന് അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന് ഇഷ്ടപ്പെടാതെ നടക്കുമ്പോഴേ ഭൂകമ്പമുണ്ടാകൂ. അല്ലാഹുവിന് ഇഷ്ടപ്പെടാതെ നടക്കുമ്പോഴേ അപകടങ്ങളുണ്ടാകൂ. അല്ലാഹുവിന് ഇഷ്ടപ്പെടാതെ നടക്കുമ്പോഴേ പ്രയാസങ്ങൾ വരൂ. ഇനി ഒരിക്കലെങ്കിലും മദീനയിൽ ഒരു ഭൂകമ്പമുണ്ടായാൽ അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിക്കപ്പെടുന്ന ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞ വാക്ക്, ഞാൻ പിന്നെ മദീനയിൽ നിൽക്കില്ല കേട്ടോ, ഞാൻ മദീന വിട്ടുപോകും. ആരാണ് മദീന വിട്ടുപോകുമെന്ന് പറഞ്ഞത്? അല്ലാഹുമ്മ ർസുഖ്നി ഷഹാദതൻ ഫീ ബലദി നബിയിക്, അല്ലാഹുമ്മ ർസുഖ്നി ഷഹാദതൻ ഫീ ബലദി നബിയിക്. അല്ലാഹുവേ, നിന്റെ നബിയുടെ നാട്ടിൽ എനിക്ക് രക്തസാക്ഷിത്വം നൽകണേ എന്ന് പ്രാർത്ഥിച്ചു പോയ മഹാൻ. നിന്റെ നബിയുടെ നാട്ടിൽ എനിക്ക് നീ രക്തസാക്ഷിത്വം തരണം പടച്ചവനെ. എനിക്ക് മരിക്കണം നിനക്ക് വേണ്ടി, ഷഹീദാകണം. പക്ഷെ എവിടെ വെച്ച്? മദീനയിൽ വെച്ച്. മദീന വിട്ടുപോകാൻ ഞാൻ ഒരുക്കമല്ല. മദീനയിലാണെങ്കിലോ യുദ്ധം നടക്കാൻ സാധ്യതയുമില്ല. ചോദിച്ച ചോദ്യം എനിക്കിവിടെ രക്തസാക്ഷിയാവണം. ആ ഒരു ചോദ്യത്തിൻ്റെ മറുപടിയാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ സുബഹി നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ ശത്രു വന്ന് കുത്തിയത്. വയറിന് കുത്തുകയായിരുന്നുവല്ലോ. ആ മുറിവിൽ മരണപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു രക്തസാക്ഷിത്വം വഹിക്കാൻ മദീന വിട്ടപ്പുറം പോയിട്ട് എനിക്ക് മരിക്കേണ്ടതില്ല, മദീനയിൽ തന്നെ മരിക്കണം എന്ന് എന്നും പ്രാർത്ഥിച്ചിരുന്ന അമീറുൽ മുഅ്മിനീൻ അന്നൊരിക്കെ ഭൂകമ്പമുണ്ടായപ്പോൾ പറഞ്ഞ വാക്കാണ്, ഇനിയൊരു ഭൂകമ്പം കൂടെ മദീനയിൽ വന്നാൽ ഞാൻ മദീനയിൽ നിന്ന് പുറത്തു പോകും, എന്നെ നിങ്ങൾക്ക് കാണാൻ കിട്ടില്ലെന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. എന്തേ? ഏതോ ഒരു വീട്ടുകാരൻ, ഏതോ ഒരു കുടുംബക്കാരൻ അള്ളാഹുമായുള്ള ബന്ധത്തിൽ എന്തോ ഒരു ഇടർച്ച സംഭവിച്ചപ്പോൾ, അള്ളാഹുമായുള്ള ബന്ധത്തിൽ എന്തോ ഒരു പ്രശ്നം സംഭവിച്ചപ്പോൾ അള്ളാഹു നടത്തുന്ന ഭൂകമ്പമാണിത്, അള്ളാഹുവിൻ്റെ ശിക്ഷയാണിത്. നമ്മുടെ ബന്ധം ഡിസ്കണക്ട് ചെയ്യപ്പെട്ടാൽ അള്ളാഹു ഇടപെടും, അവൻ്റെ ശിക്ഷ കൊണ്ട് ഇടപെടും. മുझे रहज़नों से गिला नहीं तेरी रहबरी का सवाल है. കൊള്ളക്കാരെ കുറിച്ചല്ല നമ്മുടെ പരാതി. ഇസ്രായേലുകാരൻ എന്താ ഇങ്ങനെ ചെയ്യുന്നത് അതിനെക്കുറിച്ചല്ല നമ്മുടെ പരാതി. ഫലസ്തീനുകാർ നേരെയായിട്ടുണ്ടോ, എവിടെയാ വിഷയം? ശത്രുക്കളെ കുറിച്ചല്ല നമ്മുടെ പരാതി, നമ്മൾ നേർവഴിക്ക് നടന്നിട്ടുണ്ടോ എന്നതാണ് പ്രശ്നം. മുझे रहज़नों से गिला नहीं तेरी रहबरी का सवाल है. ആ ബന്ധം ഊട്ടിയുറപ്പിക്കാനാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സമൂഹത്തെ അല്ലാഹുവിലേക്ക് നയിച്ചത്, അല്ലാഹുവിലേക്ക് നയിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖൻ നഹ്നു നർസുഖുക. നബിയേ, വഅ്മുർ അഹ്ലക ബിസ്സലാ, അങ്ങയുടെ വീട്ടുകാരോട് നിസ്കരിക്കാൻ പറയണം നബിയെ, അവർ നിസ്കാരം നിലനിർത്തണം. വസ്തബിർ അലൈഹാ, അങ്ങ് ക്ഷമയോടുകൂടെ നിലനിന്ന് പോരണം നബിയെ. അങ്ങും വീട്ടുകാരും നിസ്കരിക്കണം, അള്ളാഹുമായുള്ള ബന്ധം കീപ്പ് ചെയ്യണം. ലാ നസ്അലുക റിസ്ഖ, നിങ്ങൾ എനിക്ക് ഭക്ഷണം തരണമെന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ. നഹ്നു നർസുഖുക, നിനക്ക് വേണ്ടതൊക്കെ ഞാൻ തരാം. എന്തേ ചെയ്യേണ്ടത്? നീ നിസ്കരിക്കുക, നീ അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുക. നീയും നിന്റെ കുടുംബവും നിസ്കരിക്കുന്നവരാകട്ടെ, വീട്ടുകാരെ നിസ്കരിക്കട്ടെ, ജ്യേഷ്ഠനും അനുജനും നിസ്കരിക്കട്ടെ. അള്ളാഹുവിൻ്റെ മുമ്പിൽ തലകുനിക്കുന്ന സുജൂദ് ചെയ്യുന്ന വീട്ടിൽ
അള്ളാഹുവിൻ്റെ റിസ്ക് വരുമെന്ന് പരിശുദ്ധ ഖുർആൻ. എന്തേ? അള്ളാഹുമായുള്ള ബന്ധമായപ്പോൾ അവിടെ അള്ളാഹു സന്തോഷത്തിൻ്റെ വഴികൾ തുറന്നു തരികയാണ്. അതുകൊണ്ടാണ് സുബഹി നിസ്കാരം കഴിയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പൊന്നുമോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീടിൻ്റെ അരികിലൂടെ ഇങ്ങനെ നടന്നു പോകും. സുബഹി ബാങ്ക് വിളിച്ചിട്ടില്ല. വാതിൽക്കൽ മുട്ടിയിട്ട് പറയും, മോളെ ഫാത്തിമ, മോനെ അലിയെ, ഖൂമാ ഫസല്ലിയാ വലൗ റകഅതൈനി ഖബ്ലൽ ഫജ്ർ. സുബഹിൻ്റെ മുമ്പായിട്ട് 2 റകഅത്തെങ്കിലും നിങ്ങളൊന്ന് നിസ്കരിക്കണേ അലിയെ, ഒന്ന് നിസ്കരിക്കണേ ഫാത്തിമ. അള്ളാഹുവിൻ്റെ ഹബീബ് തൻ്റെ മരുമകനോട്, തൻ്റെ മോളോട്, വിവാഹം ചെയ്യപ്പെട്ട മോളോട്, മരുമകനോട് നൽകുന്ന ഉപദേശം, ഖബ്ലൽ ഫജ്ർ, സുബഹിൻ്റെ മുമ്പ് 2 റകഅത്തെങ്കിലും നിസ്കരിക്കിൻ, നിങ്ങൾ മറന്നു പോകല്ലേ. മോളെ, എൻ്റെ മരുമോനെ, രണ്ടാളും ഒന്ന് എഴുന്നേൽക്കിൻ, 2 റകഅത്തെങ്കിലും സുബഹിൻ്റെ മുമ്പ് നിസ്കരിക്കിൻ. ഇത് പറയാതെ അല്ലാഹുവിൻ്റെ റസൂൽ കടന്നു പോകാത്ത ദിവസങ്ങളില്ല. ഖൂമാ ഫസല്ലിയാ. മക്കൾക്ക് ഇഷ്ടം പോലെ പണ്ടവും പണവും കൊടുത്താൽ അവർക്ക് സന്തോഷമായോ? ഇല്ല. സ്ത്രീധനം കൊടുത്തിട്ട് എന്താ പ്രശ്നം? കിട്ടാത്തതിലുള്ള പരാതി എത്രയാണ്? മണിമാളിക പോലത്തെ വീടുകൾ ഉണ്ടായിട്ട് സമാധാനം കിട്ടുന്നുണ്ടോ? അതില്ലെന്ന് പഠിപ്പിക്കുകയാണ് നമ്മുടെ സീരിയലുകാരൻ. അല്ലേ? വലിയ വലിയ കൊട്ടാരങ്ങളും അതിൻ്റെ ഉള്ളിൽ കരച്ചിൽ. എല്ലാ ജീവിത സൗകര്യങ്ങളുണ്ടായിട്ട് ഹൃദയമെന്ന അള്ളാഹു നൽകുന്ന വിശിഷ്ടമായ ഖലാ വഹിയൽ ഖൽബ്, മനുഷ്യ ശരീരത്തിൻ്റെ ഏറ്റവും കേന്ദ്രബിന്ദുവായൊരു ഭാഗം ഹൃദയമാണ്, ഖൽബാണ്. ആ ഹൃദയം അള്ളാഹുവിന് നൽകിയില്ലെങ്കിൽ അവിടെ സമാധാനമില്ല. സ്നേഹവും പ്രേമവും കൊണ്ടു നടക്കുന്ന ചെറുപ്പക്കാരെ, ഹൃദയം അള്ളാഹുവിന് കൊടുക്കാനുള്ളതാണ്, അത് കണ്ട പെണ്ണിന് കൊടുക്കാനുള്ളതല്ല. 10നോ +2നോ പഠിക്കുന്ന പെൺകുട്ടി, നിന്റെ ഹൃദയം അള്ളാഹുവിന് നൽകാനുള്ളതാണ് മോളെ, അത് കണ്ടവൻ്റെ പിന്നാലെ നടക്കാനുള്ളതല്ല. അള്ളാഹുവിന് നീ കൊടുത്തിട്ടുണ്ടോ? അവിടെയാണ് നിനക്ക് സമാധാനമായി അന്തിയുറങ്ങാൻ കഴിയുന്നത്. ചെറുപ്പക്കാരാ, നിന്റെ സ്നേഹം നീ അള്ളാഹുവിന് കൊടുത്തിട്ടുണ്ടോ? ഇതാണ് വിഷയം. അള്ളാഹുവിനും അവൻ്റെ റസൂലിനും സ്ഥാനം കൊടുത്തോ?